യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് 7 വയസ്സുകാരൻ ബലൂജ് ബാലനെതിരെ തീവ്രവാദ കുറ്റം ചുമത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഈ നീക്കത്തെ ശക്തമായി വിമർശിക്കുകയാണ്. ഇതിനെ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമെന്നും തീവ്രവാദ വിരുദ്ധ നിയമങ്ങളുടെ വ്യക്തമായ ദുരുപയോഗമാണെന്നും വിശേഷിപ്പിച്ചു. സ്വാതന്ത്ര്യ പ്രസ്ഥാനം വളരെ കാലമായി സജീവമായ പ്രശ്നങ്ങൾ നിറഞ്ഞ ബലൂചിസ്ഥാനിൽ 7 വയസ്സുള്ള ഒരു ആൺകുട്ടിക്കെതിരെ പാകിസ്ഥാൻ അധികൃതർ ഭീകരവാദ കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്നു. ഈ ഞെട്ടിക്കുന്ന കേസ് വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായിട്ടുമുണ്ട്. പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനായ ഗുൽസാർ ദോസ്തന്റെ പ്രസംഗം ഉൾക്കൊള്ളുന്ന ടിക്ടോക്ക് വീഡിയോ പങ്കുവച്ചതാണ് ആ കുട്ടി ചെയ്ത കുറ്റകൃത്യം. കൗണ്ടർ ടെററിസം ഡിപ്പാർട്ട്മെന്റ് മക്രാൻ രജിസ്റ്റർ ചെയ്ത കേസിൽ കുട്ടിയെ തീവ്രവാദ വിരുദ്ധ കോടതിയിൽ ഹാജരാക്കി. ഈ നടപടി വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായിട്ടുമുണ്ട്. ഒരു തീവ്രവാദി എന്നതിലുപരി മനുഷ്യാവകാശ പ്രവർത്തകനായി അറിയപ്പെടുന്ന ഗുൽസാർ ദോസ്ത് 2 ആഴ്ചയായി തടങ്കലിൽ കഴിയുകയാണ്. വിമർശകർ വിയോജിപ്പുകൾക്കെതിരായ വിശാലമായ അടിച്ചമർത്തലുകൾ എന്ന് വിശേഷിപ്പിക്കുന്നതിനെ ഇത് അടിവരയിടുന്നു. ടർബറ്റിൽ നിന്നുള്ള ഈ അസ്വസ്ഥാജനകമായ സംഭവം കുട്ടികളുടെ അവകാശങ്ങൾ സംസ്ഥാനം കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചും ദേശീയ അന്തർദേശീയ ചട്ടക്കൂടുകൾക്ക് കീഴിലുള്ള നിയമപരമായ ബാധ്യതകളെക്കുറിച്ചും ഗുരുതരമായ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. ബലൂചിസ്ഥാനിലെ തർബത്തിൽ 7 വയസ്സുള്ള പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിക്കെതിരെ തീവ്രവാദ വകുപ്പുകൾ പ്രകാരം FIR രജിസ്റ്റർ ചെയ്തത് അങ്ങേയറ്റം അപലപനീയവും കടുത്ത മനുഷ്യാവകാശ ലംഘനവുമാണ്. ഈ നടപടി നിയമത്തിന്റെ അന്തർലീനതയ്ക്ക് വിരുദ്ധം മാത്രമല്ല, കുട്ടികളുടെ സംരക്ഷണം സംബന്ധിച്ച ദേശീയ അന്തർദേശീയ ബാധ്യതകളുടെ നഗ്നമായ ലംഘനവുമാണ് എന്ന് ഹ്യൂമൻ റൈറ്റ്സ് കോർപ്പറേഷൻ പാകിസ്ഥാൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. മനുഷ്യാവകാശ പ്രവർത്തകനായ ഗുൽസാർ ദോസ്തിന്റെ പ്രസംഗം ഉൾപ്പെടുന്ന ഒരു വീഡിയോ ഒരു നിഷ്കളങ്കനായ കുട്ടി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോഴാണ് ഈ സംഭവം നടന്നത്. ഒരു വീഡിയോ പങ്കുവയ്ക്കുന്നതിനെ തീവ്രവാദമായി മുദ്രകുത്തുന്നത് അധികാരത്തിന്റെ അസന്തുലിതമായ ഉപയോഗത്തിന്റെ ഉദാഹരണമാണ്, പ്രസ്താവനയിൽ പറയുന്നു. അടിസ്ഥാനരഹിതമായ ഈ FIR ഉടൻ റദ്ദാക്കണമെന്നും കുട്ടിക്കും കുടുംബത്തിനും പീഡനത്തിൽ നിന്ന് സംരക്ഷണം നൽകണമെന്നും കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് നിയമനിർവഹണ ഏജൻസികൾക്ക് പരിശീലനം നൽകണമെന്നും മനുഷ്യാവകാശ സംഘടന ആവശ്യപ്പെട്ടു. ഒപ്പം പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടുന്ന കേസുകളിൽ കുട്ടികളുടെ സംരക്ഷണ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും കമ്മീഷൻ അധികാരികളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ബലൂചിസ്ഥാൻ സർക്കാർ, മനുഷ്യാവകാശ മന്ത്രാലയം, പാകിസ്ഥാൻ ചീഫ് ജസ്റ്റിസ്, പാകിസ്ഥാൻ മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവരോട് ഈ കേസ് വേഗത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തി ഇടപെടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മനുഷ്യാവകാശ സംഘടന നേരിട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു കേസ് ഒറ്റപ്പെട്ടൊരു സംഭവമല്ല. ദിവസങ്ങൾക്ക് മുൻപ് ബുധനാഴ്ച പാകിസ്ഥാനിലെ തീവ്രവാദ വിരുദ്ധ കോടതിയിൽ മറ്റ് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കെതിരെ തീവ്രവാദ വിരുദ്ധ നിയമപ്രകാരം കേസെടുത്തതിൽ HRCP ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. പ്രായപൂർത്തിയാകാത്തവരുടെ പദവി സംബന്ധിച്ച് വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും ഈ കുട്ടികൾ ആന്റി ടെററിസം കോർട്ടിൽ വിചാരണകൾ നേരിടുന്നത് തുടരുന്നതിൽ കമ്മീഷൻ അഗാധമായ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ഈ രീതി ആഴത്തിൽ അസ്വസ്ഥത ഉളവാക്കുന്നതും മനസ്സിലാക്കാൻ കഴിയാത്തതുമാണ് എന്നവർ കരുതുന്നു. പ്രായപൂർത്തിയാകാത്തവരാണെന്നതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും ഈ കുട്ടികൾ തീവ്രവാദ വിരുദ്ധ നിയമങ്ങൾ പ്രകാരം വിചാരണ ചെയ്യപ്പെടുന്നു എന്നത് വളരെയധികം അസ്വസ്ഥത ഉളവാക്കുന്നതും മനസ്സിലാക്കാൻ കഴിയാത്തതുമാണ്. ഇത്തരം ജുഡീഷ്യൽ നടപടികൾ പാകിസ്ഥാനിലെ 2018 ജുവനൈൽ ജസ്റ്റിസ് സിസ്റ്റം ആക്ടിന്റെ ലംഘനം മാത്രമല്ല, കുട്ടികൾക്ക് നൽകുന്ന അടിസ്ഥാന മനുഷ്യാവകാശങ്ങളെയും ഭരണഘടനാ സംരക്ഷണങ്ങളെയും ചവിട്ടി മെതിക്കുകയും ചെയ്യുന്നു, HRPC പറഞ്ഞു. ഈ വിചാരണകൾ ഉടനടി നിർത്തിവെക്കണമെന്നും അത്തരം കേസുകൾ നിയമപ്രകാരം പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടുന്ന കേസുകൾ കൈകാര്യം ചെയ്യാൻ കൂടുതൽ സജ്ജമായ ജുവനൈൽ കോടതികളിലേക്ക് മാറ്റണമെന്നും സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട്.